നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 31ാമത്തെ കഥയിലെ 3ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ അഞ്ചാമത്തെ സഹോദരൻ അൽ അഷറിൻ്റെ കഥ. തന്നെ ചതിച്ച് തൻ്റെ പണമെല്ലാം തട്ടിയെടുത്ത് തൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിച്ച ആ കിഴവിയോടും അവരുടെ കൂട്ടാളികളോടും പ്രതികാരം ചെയ്യാൻ അൽ അഷർ ഇറങ്ങിത്തിരിച്ചതാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. കൊള്ള മുതൽ പങ്കുവയ്ക്കാമെന്ന മോഹത്തോടെ ഓടി വന്ന ആ കിഴവി സിരസറ്റ മൃതദേഹങ്ങൾ കണ്ട് പേടിച്ച് നിലത്തു വീണു. അൽ അഷർ കിഴവിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വാളോങ്ങിക്കൊണ്ട് ചോദിച്ചു, നിനക്കെന്നെ ഓർമ്മയുണ്ടോ കൂത്തിച്ചി മോളെ? ഇല്ല യജമാനനെ, കിഴവി നിലവിളിച്ചു. എന്നാൽ കേട്ടോ, ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നീ പ്രാർത്ഥിക്കാൻ വന്നത് എൻ്റെ വീട്ടിലായിരുന്നു. അന്ന് നീ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും കാര്യം കഴിഞ്ഞ് ഒരു ഇരുട്ടറയിൽ തള്ളിയതും നീ മറന്നോ? അൽ അഷർ കിഴവിയെ വെട്ടി 2 കഷ്ണങ്ങളാക്കി. തന്നോടൊപ്പം 2 തവണ കിടപ്പറ പങ്കിട്ട ആ യുവതിയെ അന്വേഷിച്ചു. കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ ആ യുവതി അവൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. 2 രാത്രി തന്നോടൊപ്പം ശയിച്ചവളാണല്ലോ എന്ന് കരുതി അവൻ അവൾക്ക് മാപ്പ് കൊടുത്തു. നീ ആരാണ്? ഈ നീഗ്രോയുമായി നിനക്കെന്താണ് ബന്ധം? അവൻ അവളോട് ചോദിച്ചു. ഞാൻ നഗരത്തിലെ വർത്തക പ്രമാണിയുടെ കുടുംബത്തിലെ അംഗമാണ്. ഈ കിഴവി ഞങ്ങളുടെ വീട്ടിൽ പതിവായി വന്നിരുന്നു. അവിടെ എന്നോടാണ് ഇവർ കൂടുതൽ അടുപ്പം കാണിച്ചത്. ഒരിക്കൽ വളരെ കേമമായ ഒരു വിവാഹ ആഘോഷം കാണാൻ ഇവരെന്നെ ക്ഷണിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് 100 ദിനാർ നാണയം നിറച്ച പേഴ്സുമെടുത്ത് അവരോടൊപ്പം പോയി. കിഴവി ഈ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുവന്നത്. ആ തടിയൻ നീഗ്രോ മാത്രമേ അന്നിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ അവൻ എന്നെ മാനഭംഗപ്പെടുത്തി. അന്നു മുതൽ അവൻ്റെ ചെൽപ്പടിയിൽ ഇവിടെ വരുന്ന യുവാക്കളോടെയെല്ലാം കൊലപാതകത്തിന് സാക്ഷിയായി കഴിയേണ്ടി വന്നു. 3 വർഷമായി ഞാനിവിടെ ബന്ധനത്തിലാണ്. ഭാഗ്യഹീനയായ പെൺകുട്ടി, ഈ കൊലപാതകികൾ കള്ളമുതൽ സൂക്ഷിക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയാമോ? അൽ അഷർ അവളോട് ചോദിച്ചു. അറിയാം, പൊന്നും പണവുമായി ഏതാണ്ട് 10 ചുമടിൽ കുറയാതെയുണ്ട്. വലിയ പെട്ടികളിൽ നിറച്ചു വച്ചിരുന്ന ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും അവൾ അവന് കാണിച്ചു കൊടുത്തു. പല വലുപ്പത്തിലും തരത്തിലുമുള്ള പല നാടുകളിലെ പണസഞ്ചികൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ നിന്ന് മാറ്റാൻ ചുമട്ടുകാർ വേണം. 10 ചുമട്ടുകാരെ വിളിച്ചുകൊണ്ടുവരാമോ? അവൾ ചോദിച്ചപ്പോൾ എൻ്റെ സഹോദരൻ ചുമട്ടുകാരെ അന്വേഷിച്ചു പോയി. കുറെ കഴിഞ്ഞ് ചുമട്ടുകാരുമായി മടങ്ങിയെത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. ആ പെൺകുട്ടിയും പണപ്പെട്ടിയും അപ്രത്യക്ഷമായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരൻ നിരാശനായില്ല. പണം പോയെങ്കിലും വിലപിടിച്ച മര സാമാനങ്ങളും ആഡംബര വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. അത് ഒരാളുടെ സുഖജീവിതത്തിന് വേണ്ടതിലധികവും ഉണ്ടായിരുന്നു. നാളെ ഇവയെല്ലാം എടുത്തു കൊണ്ടുപോകാം എന്ന് നിശ്ചയിച്ച് ക്ഷീണിച്ച് തളർന്നിരുന്ന അൽ അഷർ ഒരു കട്ടിലിൽ കിടന്നുറങ്ങി. വെളുപ്പിന് 10 ഭടന്മാർ വന്ന് അയാളെ വിളിച്ചുണർത്തി. നിങ്ങളെ ന്യായാധിപൻ വിളിക്കുന്നു, വാ പോകാം എന്നു പറഞ്ഞ് വീടിൻ്റെ വാതിൽ പൂട്ടി മുദ്ര വച്ചിട്ട് അവർ എൻ്റെ സഹോദരനെ കോടതിയിൽ ഹാജരാക്കി. ന്യായാധിപൻ ചോദിച്ചു, നീ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെയും മോഷണങ്ങളെയും കുറിച്ച് നാം കേട്ടു. നിനക്ക് വല്ലതും പറയാനുണ്ടോ? യജമാനനെ രക്ഷിക്കണം, ഞാൻ എല്ലാം തുറന്നു പറയാം. നിരപരാധിയാണെന്ന് കണ്ടാൽ എന്നെ വിട്ടയക്കണം. ന്യായാധിപൻ സമ്മതിച്ചു. അൽ അഷർ നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ട് ന്യായാധിപനോട് ചോദിച്ചു, ഇപ്പോൾ അങ്ങക്ക് മനസ്സിലായില്ലേ ഞാൻ നിരപരാധിയാണെന്ന്? എന്നെ വിട്ടയക്കാൻ ദയവുണ്ടാകണം. ആ വീട്ടിലുള്ള വസ്തുക്കൾ വിറ്റ് കിട്ടുന്നതിൻ്റെ പാതി അങ്ങയ്ക്കും തരാം. പാതിയോ? ന്യായാധിപൻ ആക്രോശിച്ചു. അത് മുഴുവൻ എനിക്കുള്ളതാണ്. നിന്നെ കൊല്ലാതെ വിട്ടത് ഭാഗ്യമെന്ന് കരുതിക്കോ. ഇനി ഈ പട്ടണത്തിൽ കാല് കുത്തിയാൽ അന്ന് നിന്നെ കഴിവിലേറ്റും, പറഞ്ഞേക്കാം. കൊള്ള മുതൽ താൻ കൈക്കടക്കിയത് കാര്യം സുൽത്താൻ അറിയുമെന്ന് ഭയന്നാണ് ന്യായാധിപൻ എൻ്റെ സഹോദരനെ നാട് കടത്തിയത്. ആ നിമിഷം തന്നെ അയാൾ അവിടെ നിന്നും ഓടിപ്പോന്നു.
നഗരത്തിന് വെളിയിൽ വെച്ച് കുറെ കൊള്ളക്കാർ അവനെ പിടികൂടി. വിലപിടിച്ചതൊന്നും കിട്ടാത്തത് കൊണ്ടുള്ള നൈരാശ്യം മൂലം അവർ അവൻ്റെ ചെവിയും മൂക്കും മുറിച്ചു ദേഷ്യം തീർത്തു. എൻ്റെ സഹോദരൻ്റെ ദുർവിധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ഞാൻ അവനെ തേടിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ ചികിത്സ കൊണ്ട് അവൻ്റെ മുറിവുകൾ ഭേദമായി. ഇപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. ഇതാണ് എൻ്റെ സഹോദരൻ അൽ അഷറിൻ്റെ കഥ. ഇനി ആറാമതൊരു സഹോദരൻ കൂടിയുണ്ട്. അവൻ്റെ കഥ കൂടി ഞാൻ പറയട്ടെ. ശുരകൻ ഖലീഫയോട് ചോദിച്ചു. ഖലീഫ ആറാമത്തെ സഹോദരൻ്റെ കഥ കേൾക്കാൻ തയ്യാറായി. നിങ്ങളും കാത്തിരുന്നോളൂ, ഞാൻ വരാം ആറാമത്തെ സഹോദരൻ്റെ കഥ പറയാൻ.